ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഫെമിനാസ് ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കറ്റാർ വാഴ കൊണ്ട് ഒരു ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ കറ്റാർ വാഴയുടെ ഒരു തണ്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ അടിവശം കട്ട് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഒരു മഞ്ഞ കളറിൽ ഒരിത് വരും. അത് നമുക്ക് ഒഴിവാക്കേണ്ട ഒരു സംഭവമാണ്. അത് നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചൊറിച്ചിൽ മേത്തൊക്കെ ആയിട്ടുണ്ടെങ്കിൽ സ്കിന്നുമേലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നല്ല ചൊറിച്ചിലൊക്കെ ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ അത് നമ്മൾ കഴുകി നല്ലതുപോലെ വൃത്തിയാക്കേണ്ടതുണ്ട്. കറ്റാർ വാഴക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. സ്കിന്നിൻ്റേതായ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ മാറുന്നതിന് കറ്റാർ വാഴയുടെ ജെല്ല് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അത് നമ്മൾ എങ്ങനെയെങ്കിലും നമുക്ക് എങ്ങനെയാണോ കഴിക്കാൻ അനുയോജ്യമായിട്ടുള്ളത് അതുപോലെ നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈഡിലെ മുള്ളൊക്കെ ഒന്ന് നീക്കം ചെയ്യാം. നമുക്കിതിൻ്റെ ജെല്ല് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഈ മുള്ളൊക്കെ നീക്കം ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഈ പച്ച കളറും ഒക്കെ നമുക്ക് നീക്കം ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ഉള്ളിൽ ആ ജെല്ല് മാത്രമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കേട്ടോ. ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടിട്ട് കട്ട് ചെയ്ത് കളയുന്നതാണ് നമുക്ക് എളുപ്പം. ആദ്യം തന്നെ നമുക്ക് നീളത്തിൽ അങ്ങോട്ട് കട്ട് ചെയ്ത് കളയാൻ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അതല്ലെന്നുണ്ടെങ്കിൽ ഒരു വശത്തെ പച്ചക്കളർ കളഞ്ഞിട്ട് നമുക്ക് ടീസ്പൂൺ കൊണ്ട് ജെല്ല് മാത്രമായിട്ട് കോരിയെടുക്കാനായിട്ട് പറ്റും. ഞാനിപ്പോൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി ഇട്ടിട്ട് അതുമെന്ന് അതിൻ്റെ പച്ചക്കളറൊക്കെ നീക്കം ചെയ്യാനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് വയറ് സംബന്ധമായ അസുഖങ്ങളുള്ളവർക്കൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ പ്രമേഹം മാറാനായിട്ട് വെറും വയറ്റിൽ ഇതിൻ്റെ ജെല്ല് കഴിക്കുകയാണെങ്കിൽ ഷുഗറിൻ്റെ അളവ് കുറക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കാലൊക്കെ വിണ്ട് കീറുന്നവർക്ക് അതിൻ്റെ ജെല്ല് അതുമേൽ കാലുമേൽ പരട്ടിയിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസം കൊണ്ട് തന്നെ അതിൻ്റെ ബുദ്ധിമുട്ട് മാറിക്കിട്ടും കേട്ടോ. അതുപോലെ തന്നെ കുഴിനകം ഉള്ളവർക്ക് കുഴിനകം മാറാനായിട്ട് കറ്റാർ വാഴയുടെ ജെല്ലും പിന്നെ പച്ചമഞ്ഞളും കൂട്ടി അരച്ചിട്ട് കാലുമേൽ കെട്ടിവെക്കണം. കുഴിനകം ഉള്ളിടത്ത് കെട്ടിവെക്കുകയാണെങ്കിൽ അതൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടും എന്നാണ് പറയണത്. അൾസർ പോലുള്ള അസുഖങ്ങൾ ഉള്ളവർക്ക് കറ്റാർ വാഴയുടെ ജെല്ല് വെറും വയറ്റിൽ ജ്യൂസായിട്ട് കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ വയറുപിടുത്തം ഒക്കെ ഉള്ളവർക്കൊക്കെ അത് മാറാനായിട്ട് കറ്റാർ വാഴ ജ്യൂസ് വളരെ നല്ലതാണ് കേട്ടോ. കറ്റാർ വാഴ തനിച്ച് നമുക്കിത് കാണുമ്പോൾ തന്നെ കഴിക്കാനായിട്ട് എന്തോ പോലെ തോന്നും. കാരണം ഇതൊരു വഴുവഴുപ്പും ഒക്കെ ഉള്ളൊരു സാധനമാണല്ലോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണ്, പക്ഷേ ഒരു പ്രാവശ്യം കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതിനങ്ങനെ പ്രത്യേകിച്ച് ടേസ്റ്റൊന്നും തോന്നണില്ല. അപ്പോൾ ഒരുപാട് അളവിൽ കൂടുതലായിട്ട് കഴിക്കാതിരുന്നാൽ മതി. അപ്പോൾ നല്ലൊരു വലിപ്പമുള്ളൊരു കറ്റാർ വാഴയുടെ ഒരു തണ്ട് എടുത്താൽ തന്നെ നമുക്ക് അത്യാവശ്യം 1-2 ഗ്ലാസ് ജ്യൂസായിട്ട് കുടിക്കാനായിട്ടുള്ളത് ഉണ്ടാവും കേട്ടോ. പിന്നെ അത് തനിച്ചരച്ച് കഴിക്കുമ്പോൾ നമുക്ക് ചെറിയൊരു കയ്പ്പ് പോലെ തോന്നും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, തനിച്ചരച്ച് കഴിക്കാതെ നമുക്ക് എങ്ങനെയാണോ കഴിക്കാൻ അനുയോജ്യമായിട്ട് തോന്നുന്നത് ആ ഒരു രസത്തിൽ നമ്മൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഞാനിവിടെ ഒരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ചെറുനാരങ്ങ വെച്ചിട്ടാണ് കേട്ടോ ഞാനിന്ന് ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കയ്പ്പ് രസമാകും എന്നാണ് പറയുന്നത്. ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല. ഞാൻ അടിച്ചപ്പം തന്നെ കുടിക്കാണ് കേട്ടോ ചെയ്തത്. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരുപാട് കഴുകേണ്ടതുണ്ട് കേട്ടോ. നല്ലതുപോലെ ഇത് കഴുകണം. അതുപോലെ വഴുവഴുപ്പൊക്കെ മാറുന്നത് വരെ നമ്മൾ കഴുകണം കേട്ടോ. 3-4 പ്രാവശ്യം കഴുകി എടുക്കേണ്ടതുണ്ട്. പച്ചപ്പ് മുഴുവനായിട്ട് നമ്മൾ കളയണം കേട്ടോ. നമ്മൾ എണ്ണയൊക്കെ കാച്ചുകയാണെങ്കിൽ ഈ പച്ചപ്പൊന്നും കുഴപ്പമില്ല കേട്ടോ. നമ്മളിത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടിട്ട് നമുക്ക് എണ്ണ കാച്ചി ഉപയോഗിക്കാനൊക്കെ നല്ലതാണ്. താരം പോവാനും മുടി വളരാനും മുടിക്ക് നല്ല തിക്നെസ് കിട്ടാനും ഒക്കെ കറ്റാർ വാഴ കൊണ്ട് നമ്മൾ എണ്ണ കാച്ചി തേച്ചാൽ വളരെ എഫക്റ്റീവാണ് കേട്ടോ. അപ്പോൾ ഒരു വീട്ടിൽ എന്തായാലും നട്ട് വളർത്തേണ്ട ഒരു സസ്യം തന്നെയാണ് കറ്റാർ വാഴ എന്ന് പറയുന്നത്. പക്ഷേ ആർക്കും അതിൻ്റെ ഗുണങ്ങൾ കുറേയൊക്കെ അറിയാമെങ്കിൽ പോലും നമ്മളത് ചെയ്യാനായിട്ട് ശ്രമിക്കാറില്ല എന്നുള്ളതാണ് സത്യം.
അധികം വെള്ളമൊന്നും വേണ്ടാത്ത ഒരു ചെടിയാണ് കേട്ടോ ഇത്. ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വേഗം ചീഞ്ഞ് പോകും. അപ്പോൾ നല്ലോണം നീർവാർച്ചയുള്ള മണ്ണ് ഒക്കെ ആയിട്ടാണ് ഇത് നടാനായിട്ട് സെറ്റ് ചെയ്യേണ്ടത് കേട്ടോ. പെട്ടെന്ന് തന്നെ ഇതിൽ നിന്നും ഇങ്ങനെ റൂട്ടൊക്കെ പൊട്ടി നല്ലതുപോലെ തൈകളൊക്കെ മുളച്ച് വരാറുണ്ട് കേട്ടോ. അപ്പോൾ വെയിലത്താണ്, നല്ല വെയിലാണ് ഇതിന് അനുയോജ്യമായ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ. നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥ കറ്റാർവാഴക്ക് വളരെ അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥയാണ് കേട്ടോ. അങ്ങനെ ഒരുവിധമൊക്കെ നമ്മൾ പച്ചപ്പ് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ നമുക്ക് കഴുകിയെടുക്കണം. നമ്മൾ 3-4 തവണ കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ വീണ്ടും മഞ്ഞ നിറമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നല്ലതുപോലെ കഴുകി കളയണം കേട്ടോ. അതല്ലെങ്കിൽ നമുക്ക് വായൊക്കെ ചിലപ്പോൾ ചൊറിഞ്ഞെന്നൊക്കെ ഇരിക്കും. അപ്പോൾ അത് നല്ലതുപോലെ കളഞ്ഞ് ശ്രദ്ധയോട് വേണം കേട്ടോ ഓരോന്ന് ചെയ്യാനായിട്ട്. അതിലെ വഴുവഴുപ്പ് മാറുന്നത് വരെ ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കേണ്ടതുണ്ട് കേട്ടോ. നല്ലതുപോലെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കണം. അതിൽ ചെറിയ പച്ച കളറും ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അരിച്ചെടുക്കുമ്പോൾ അതൊക്കെ പോകും കേട്ടോ. നാരങ്ങ കൂട്ടി അടിക്കുമ്പോൾ ഞാൻ ഇത് ആദ്യം അടിച്ചെടുത്തതിന് ശേഷമാണ് കേട്ടോ നാരങ്ങ കൂട്ടി അടിച്ചത്. രണ്ടും കൂടി ഒരുമിച്ച് അടിക്കണമെങ്കിൽ അടിക്കാം, കുഴപ്പമൊന്നുമില്ല. എന്നാലും ഞാൻ രണ്ടും രണ്ടായിട്ട് തന്നെയാണ് അടിച്ചത് കേട്ടോ. ഇതാ ഇത്രയും ജ്യൂസാണ് നമുക്ക് ഒരു തണ്ടിൽ നിന്നും കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഏകദേശം ഒരു 1/2 ഗ്ലാസോളം ഉണ്ടാവുമെന്ന് തോന്നുന്നു. ഒട്ടും വെള്ളം ഒഴിക്കാതെ കേട്ടോ അത് അടിച്ചേക്കണത്. ഇനി നമുക്കൊരു നാരങ്ങയാണ് ആവശ്യം. ഒരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലെ കുരുവൊക്കെ ഒന്ന് നമുക്ക് കളഞ്ഞെടുക്കാം. എന്നിട്ട് 2-3 കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് പഞ്ചസാരയും കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ അടിച്ചെടുക്കാം കേട്ടോ. ആവശ്യത്തിന് പഞ്ചസാര ചേർത്താൽ മതി. ഇനി ഷുഗറൊക്കെ ഉള്ളവരാണെങ്കിൽ പഞ്ചസാര ഒഴിവാക്കാം കേട്ടോ. നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. നാരങ്ങയിട്ട് അടിക്കുമ്പോൾ വല്ലാതെ അങ്ങോട്ട് ഇറക്കരുത് കേട്ടോ. അപ്പോൾ നാരങ്ങയുടെ തൊലിയുടെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കയ്പ്പ് രസം ഇത്തിരി കൂടെ കൂടുതലാവും. അപ്പോൾ നല്ല ഒന്ന് അതിലെ നീരും ആ നാരങ്ങത്തോണ്ടിൻ്റെ ഒരു ജസ്റ്റ് ടേസ്റ്റും ആവുന്നത് വരെ മാത്രം ഒന്ന് കറക്കിയാൽ മതി കേട്ടോ. നാരങ്ങത്തോണ്ട് വല്ലാതെ ഒന്നും അടിയണ്ട കണ്ടോ. ഇനി ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്ത് നമുക്ക് എടുക്കാം കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് എനേബിൾ ചെയ്യുമ്പോൾ മാത്രമാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.